തിരുവല്ല വേങ്ങൽ ദേവമാതാ ഓഡിറ്റോറിയത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വലിയ ദുരിതമാണ്. അന്തേവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്ന് പരാതിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ രാവിലെ മുതൽ പട്ടിണിയാണ് എന്ന പ്രശ്നമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള അടുപ്പും ഇതുവരെ എത്തിച്ചിട്ടില്ല എന്നാണ് മുൻപ് വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഞാൻ ഈ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. വളരെ ശക്തമായ ഏകോപനം വേണം. വളരെ ആത്മവിശ്വാസത്തോടെ ക്യാമ്പിൽ കഴിയേണ്ടതാണ് ഈ സാധാരണ. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒന്ന് താളം തെറ്റിയ മട്ടിലാണോ ക്യാമ്പുകളിൽ കാര്യങ്ങൾ? ശരത്, തീർച്ചയായും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് ഭക്ഷണം എന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ നിലവിലുള്ളത് തിരുവല്ലയിലെ വിവിധ ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. വിവിധ വാർഡുകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ വിവിധ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഓഡിറ്റോറിയങ്ങളിലെല്ലാം അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അവർ കഴിയുന്നത്. നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് വേങ്ങൽ ദേവമാതാ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് രാവിലെ മുതൽ ഇവിടെയുള്ള ആളുകൾ പട്ടിണിയാണ്. ഇവർക്ക് ഇതുവരെയും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ അല്പം പച്ചക്കറിയും മറ്റ് സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അടുക്കള പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുപ്പ് ഇനിയും ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ചില കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ അവർ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടെ നിന്നും കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ഒരു ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ, ഈ പ്രളയത്തെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ അധികൃതർ കാണുന്നത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വീടുകളിൽ നിന്നുള്ള ഭക്ഷണം എത്തിച്ച് ഇവിടെ നിന്ന് കഴിക്കേണ്ടുന്ന സാഹചര്യം. രാവിലെ മറ്റ് സന്നദ്ധ സംഘടനകൾ, DYFI ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ആണ് ഇവർക്ക് ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിച്ച് നൽകുന്ന ഒരു സാഹചര്യമുള്ളത്. നിരവധി അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ ഈ ക്യാമ്പിലുണ്ട്. അവർക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭക്ഷണമൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? ആരാ കൊണ്ടുവന്നത്? എനിക്ക് അറിയത്തില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. വരുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് അത് തികയത്തില്ല. അപ്പോൾ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ വന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത്. രാവിലെ ഞങ്ങളാരും ഒന്നും കഴിച്ചില്ല. ഇല്ല, പിള്ളേർ പട്ടിണിയായതിന് വീട്ടിൽ നിന്ന് പോയി വെച്ചോണ്ട് വന്ന് അവർക്ക് കൊടുക്കും ആഹാരം. ഇപ്പോൾ ഉച്ചക്കത്തെ ആകുന്നതേ ഉള്ളൂ കഴിക്കാനായിട്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ. മറ്റ് ആളുകളുമുണ്ട്. എന്താണ് സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും വെള്ളം പൊങ്ങുന്ന അപ്പർ കുട്ടനാട് മേഖലയാണ്. എല്ലാ കൊല്ലവും പ്രളയം ബാധിക്കുന്നതിനും വലിയ തോതിൽ 2018 തനി ആവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രളയ സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതിനുള്ള ഒരു തയ്യാറെടുപ്പും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് സാധാരണ അനൗൺസ്മെൻറ്റ്, മുന്നറിയിപ്പുകൾ നൽകുന്നതാണ്. എന്നാൽ ആ മുന്നറിയിപ്പിന് വലിയ വീഴ്ചയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലല്ല, ഇപ്പം 2018 ആയാലും അത് കഴിഞ്ഞ് ശേഷം വന്ന പ്രളയമായാലും കൃത്യമായി ജനങ്ങളിലേക്ക് അനൗൺസ്മെൻറ്റ് പോലെയുള്ള അറിയിപ്പുകൾ രാത്രി ആയാലും ഏതെല്ലാം തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ ആയാലും എല്ലാ അറിയിപ്പ് കൊടുക്കുന്നതാണ്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പും കൊടുത്തിട്ടില്ല. ഇവിടെ തന്നെ ഏകദേശം ഏറ്റവും വലിയ ക്യാമ്പാണ് പെരിങ്ങര പഞ്ചായത്തിലെ ഈ ദേവമാതയിലെ ക്യാമ്പ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ക്യാമ്പാണ്, എല്ലാ കൊല്ലമുള്ള ക്യാമ്പാണ്. ഇത്തരം ഒരു സാഹചര്യം ഭക്ഷണത്തിൽ പോലും ഒരിക്കലും വന്നിട്ടില്ല. കാരണം കൃത്യസമയത്ത് ഭക്ഷണവും അതിനുള്ള സംവിധാനങ്ങളും, ഇപ്പം ബർണർ എത്തിയിട്ടില്ല. ഗ്യാസ് മാത്രം കൊടുത്താൽ ഭക്ഷണമാകത്തില്ല. അപ്പം അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ആളുകൾ വരുന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം എനിക്കറിയാം, ഞാൻ കൊണ്ട് പാത്രം കൊടുക്കുന്നത്, പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഞാൻ കൊണ്ട് പാത്രം ഇതിന് വേണ്ട സംവിധാനങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നത്. അപ്പം ഈ കൊല്ലം അത് ചെയ്തിട്ടില്ല. ആരും ചെയ്യാൻ ജനപ്രതിനിധികൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് എല്ലാ പ്രാവശ്യം കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾ ഈ എല്ലാ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ പെരിങ്ങര പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വേങ്ങൽ എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്ട് ഇപ്പോൾ 8ഓളം ക്യാമ്പുകളുണ്ട്. പല ക്യാമ്പുകളിൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനത്തിൽ തുറന്നു അവിടെ ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പല ക്യാമ്പുകളും ഞങ്ങൾ പോയി തുറന്നുകൊണ്ട് അത്യാവശ്യം സന്നദ്ധ സംഘടനകളിൽ നിന്ന് സാമ്പത്തികം കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അത്യാവശ്യം പിള്ളേർക്കുള്ള ബിസ്ക്കറ്റുള്ള ലഘു ഭക്ഷണം ഞങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതി തന്നെ ഉണ്ടല്ലോ, വളരെ ശുഷ്കിച്ച്. ഇപ്പോൾ വൈകുന്നേരം ഈ ഹോള് മുഴുവൻ നിറയും. പക്ഷേ വളരെ ശുഷ്കമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അവർ ഇവിടെ ഈ സാധനങ്ങൾ, അതായത് മെറ്റീരിയൽ, അതായത് പലചരക്കാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും വളരെ കുറച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തീർത്തും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഏകോപിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ പറയുകയാണ്. ഇവിടെ പലരോടും ചോദിച്ചാൽ മനസ്സിലാക്കുക. കാര്യം വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഭക്ഷണം നമുക്ക് ക്യാമ്പിൽ കൊണ്ടുവന്ന് കഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. ഇപ്പോൾ പോലും അടുപ്പ് കത്തിച്ചിട്ടില്ല. 1 മണിക്ക് സമയമായിട്ട് അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്.
മെമ്പർ കൂടി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് UDF-ന്റെ മെമ്പറാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ ദുരിതം തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ദുരിത ക്യാമ്പായി അത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മെമ്പറോട് കൂടി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് മെമ്പറോട് കൂടി ചോദിക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഉച്ചയോട് അടുക്കുകയാണ്. പലർക്കും രാവിലെ തന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇനിയും പാചകം ചെയ്യാൻ അടുക്കളയിൽ ബർണർ ഇനിയും എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനല്ല, ഇന്നലെ രാത്രി 2 മണിക്ക് ആകുമ്പോഴാണ് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത്. അതിനു മുമ്പ് ജനങ്ങളെല്ലാം ഈ വീടുകളിലായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ പല പ്രാവശ്യം അവരോട് ഈ വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്, വീടുകളിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് നമ്മൾ അറിയിപ്പ് കൊടുത്ത്. പക്ഷേ അവരതൊന്നും കാര്യമാക്കില്ല. ഇത്ര പെട്ടെന്നൊരു വെള്ളം വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിനുശേഷം ഞാൻ 2 മണിക്ക് ആ കോളനികളിൽ ഇറങ്ങിയ മനുഷ്യനാണ്. അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം വരെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങളും അതിന് ഈ കോളനികൾ ഇവരൊക്കെ ചോദിച്ചറിയാം. രാവിലെ ഞാൻ ഇവരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ അവരുടെ കോളനികളിൽ ചെന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം രാവിലെ മുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. രാവിലെ അല്ല നിലവിൽ ഇപ്പോൾ നിങ്ങൾ കഴിച്ചില്ല, ഒരു ഭാഗം കഴിച്ചില്ല. അടുപ്പും വെള്ളമെല്ലാം ഇപ്പോഴാണ് വന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്യാമ്പിന് വന്നു കഴിയുമ്പോൾ രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് ഞങ്ങൾ ആഹാരം കഴിക്കും. അല്ല എന്തായാലും മാറ്റി കഴിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആരെയും കുറ്റം പറയത്തില്ല. എന്താണെന്ന് അറിയാമോ, പല വീടുകളിൽ കിടന്ന് ഈ വെള്ളം ഇരച്ച് വരും. ഞങ്ങളുടെ വീട്ടിലൊക്കെ രാത്രിയിലാണ് ഇരച്ച് വെള്ളം കിടന്ന കാട്ടിലൊക്കെ മുങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വരുന്നില്ലെന്നും പറഞ്ഞിരുന്നവരാണ് ഞങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അതിന് ഈ മെമ്പറെ കുറ്റം പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് മെമ്പറുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഇനിയും ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇനിയും ഇവിടെ അടുപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പം എന്തോ ചെയ്യാനാ, മെമ്പർ കുഴപ്പമില്ല, ഞങ്ങളുടെ കുഴപ്പമില്ല. കിട്ടണ്ടായോ? പലയിടത്ത് കിടക്കുന്ന സാധനമല്ലേ, അത് വരട്ടല്ല. ഇപ്പം എന്തോ ഞങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. ശരി കമലേഷ്, തീർച്ചയായും അവര് കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നു. തീർച്ചയായും അതാണ് നിലവിലെ സാഹചര്യം. അതാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകളുള്ളത്. രാവിലെ തന്നെ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. രാവിലെ മുതൽ മനസ്സിലായി. ഇത് ഓർക്കേണ്ട കമലേഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ആ മെമ്പറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മെമ്പർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്ത് നടക്കും? അദ്ദേഹം രാത്രി മുതൽ തന്നെ അവിടെയൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അവർ ശരിയായിരിക്കാം. പക്ഷേ ഒരു മെമ്പറെ കൊണ്ട് മാത്രം കൂടിയാൽ കൂടുന്നതല്ല പ്രശ്നം എന്നുള്ളതാണ്. നമ്മുടെ ഭരണ സംവിധാനം, റവന്യൂ വകുപ്പ്, വിവിധ വകുപ്പുകൾ, തദ്ദേശ എവിടെ ഈ ഉദ്യോഗസ്ഥർ ഇതുപോലൊരു ക്യാമ്പിൽ ആ വാർഡ് മെമ്പർ അല്ലാതെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടോ? തദ്ദേശ ഭരണ ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ അധികൃതർ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഉദ്യോഗസ്ഥ സംവിധാനം എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയും? മറ്റൊന്ന്, നമ്മുടെ പല MLA-മാരും അവർ വലിയ ത്യാഗസമാനമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ എടുത്ത് റീലാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു വലിയ നിയോജക മണ്ഡലത്തിൽ 6-7 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLA ഏതെങ്കിലും ഒരു കോണിൽ പോയി 4 പേരെ വേണ്ടത് സഹായിച്ചാൽ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്താൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ ആകെ പ്രശ്നം പരിഹരിക്കലാവുന്നില്ല. കൂടെ വരുന്നയാളിന് മൊബൈലിൽ MLA-യുടെ പ്രവർത്തനങ്ങളെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേജിലിടാം, നല്ല റീലുകൾ ഉണ്ടാക്കാം, MLA ആ സമയത്ത് അവർക്കൊപ്പം ഉണ്ട് എന്ന് തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാം. പക്ഷേ അതുകൊണ്ടൊരു നിയോജക മണ്ഡലത്തിൻ്റെ, ഒരു ജില്ലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അതിന് വേണ്ടുന്ന സുസജ്ജമായ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാകണം. അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ നേതൃത്വം സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകണം. ഇത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതിങ്ങനെ അല്ലായിരുന്നു നാട്ടിൽ നമ്മൾ കണ്ടു ശീലിച്ചതും അനുഭവിച്ചതും. അവർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടില്ല. ഇതിലേക്ക് നമ്മൾ മടങ്ങി വരണം. വൈകിയതും പോരായ്മകളും ബോധ്യപ്പെട്ടു. പക്ഷേ അത് തിരുത്തിയേ പറ്റൂ. ആ തിരുത്താൻ നേതൃത്വം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്, റവന്യൂ മന്ത്രി തന്നെയാണ്. ഈ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ ഇതിലും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോകും. അങ്ങനെ പോകരുത്. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.